എന്തൊരു മഴയാണോ ഇങ്ങനെ മഴ പെയ്താപ്പ എന്താ ചെയ്യല്? മിറ്റത്താണെങ്കിൽ 4 പുറം പുല്ലും ഇതൊക്കെ മുളച്ചിക്കണ്. ഒന്ന് പറിച്ചിടാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ, അമ്മട്ടം മഴ. അതിൻ്റെ അടുക്കാണെങ്കിലോ പനിയും ജലദോഷം ഇനി വരാത്തൊരു കുന്ത്രാണ്ടും ഇല്ല. എല്ലേ ഇവള് ചായയും കാടി ഉണ്ടാക്കിയാണ്ട് ഔത്ത് പോയി കെടുക്കന്നെയാണ്. ഇവള് ഈ വൈക്കൊന്നും കാണായല്ല. അല്ല ഇവെന്താ ഇവളത് ആരനാ? ചോറിന് വെള്ളമൊന്നും വെക്കണ്ടേ? ഇന്നലെ ചെറുതായിട്ട് എന്തോ ഒരു ജലദോഷം ഉണ്ടായിന്ന്. ആ പേരും പറഞ്ഞിങ്ങാണ്ട് തണുപ്പും പിടിച്ച് കെടുക്കുകയാണാ. പോയോ കിടന്ന കാര്യം. അടുക്കളയൊക്കൊന്നും വന്നിട്ടില്ല. ഇജി ഈ കെടുത്തം കെടുക്കന്നെയാണ് ചായ ഉണ്ടാക്കി വന്നിട്ട്. അല്ല എന്താ എന്റെ മനസ്സില്? തണുപ്പും പിടിച്ച് കെടുക്കാൻ തന്നെ എന്റെ വിചാരം. ഇത് നല്ല കൂത്ത്. ഇന്നലെ ചെറുതായിട്ട് ഒരു ജലദോഷം ഉണ്ടായിക്കണ് കരുതിയിട്ട് ഇങ്ങനെ മൂടി പിടിച്ച് കെടുക്കലെന്നെ. നല്ല പനിക്കുണ്ട്, തീരെ വയ്യ. മേലും കൈയൊക്കെ ഭയങ്കര വേദന. എന്ത് മേലും കയ്യും വേദന എന്ന് വെച്ച് പറഞ്ഞത്? എന്ത് പനിന്ന് വെച്ച് പറഞ്ഞത്? അന്നെ കണ്ട അങ്ങനത്തെ ഒരു സൂക്കട് തോന്നൂലല്ലോ. ഇജല്ലപ്പോ ഇന്ന് രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയത്, പുട്ടും കടലക്കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ച് വന്ന് അത് കുടിച്ചിട്ട് വന്ന് കിടന്നപ്പോൾ എന്റെ സൂക്കട് വന്നത്. അതുവരെ എനിക്ക് സൂക്കട് ഉണ്ടായിരുന്നില്ലേ? പള്ള നിറയോളം സൂക്കട് ഇല്ലേ? പള്ള നിറഞ്ഞതിന്റെ അസുഖം. അനക്ക് ഒരു വയ്യായിക ഇല്ല. അന്നെ കണ്ടാൽ തന്നെ അറിയാം. അനക്കിപ്പോഴേ മഴ പുറത്ത് തീരാതെ പെയ്യുണ്ട്, അതിന്റെ സൂക്കടാണ്. അപ്പൊ തണുപ്പും പിടിച്ച് കെടുക്കാനുള്ള അടവാണ്. ഇന്റെ അടുത്ത് ആ അടവൊന്നും നടക്കൂല. വയ്യാഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ണെന്നുണ്ടെങ്കിലേ ഇന്റെ മകനെ കൊണ്ട് പെണ്ണെട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ 4 മൊത്തം മരുക്കളുണ്ട്. മക്കള് പെണ്ണെട്ടി കൊടുന്നിട്ട്. എന്നാലും അന്നെ പോലത്തെ സ്വഭാവം ഇല്ല. അവിടുന്ന് കാണുമ്പോത്തിന് ഇവിടെ വന്ന് കെടുക്കാന്. എവിടെന്നെങ്കിലും വരണുണ്ടാവുള്ള അസുഖം, അപ്പോത്തിന് ഇവിടെ വന്നിട്ട് കെടുക്കും. ഇച്ച് പൊരു മുട്ടും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നീച്ചുകൊണ്ട് അടിച്ചൊരു തുടച്ച് ചോറിനൊക്കെ വെള്ളം വെക്കാൻ നോക്ക്. മീനാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഈ മഴ തീരോളം കിട്ടൂല. പച്ചക്കറി എന്തെങ്കിലും വെച്ചോ. കയ്പം കണ്ട് അവിടെ ഫ്രിഡ്ജിൽ ഇരിക്കണത് കറി വെച്ചോ. നോക്കൂടി. എന്താ പോളെ കെടുത്തോ? നല്ല കുശാല് മനുഷ്യനാണ് ഇപ്പൊ മേലും കൈയൊക്കെ വേദനിക്കണത്. ഇന്റെ ഈ വേദന വരുത്തൊന്നും ഇച്ച് കാണണില്ല. ഇച്ച അവിടുന്ന് വരുമ്പോത്തിന് ഇവിടെ കിടന്നെ ഞാനും കെടുക്ക അപ്പുറത്തെ റൂമിൽ പോയിട്ട്. എന്നിട്ട് നമുക്ക് പട്ടിണി എടുത്ത് ചാവാ. അല്ലാപ്പ എന്താ പറയാ? അന്റെ ഈ കളിക്ക അങ്ങനൊക്കെ തന്നെയാണ്. നോക്ക്, ഇങ്ങനെ കെടുക്കാൻ നിക്കല്ലേ. കുമ്മ വെച്ച എന്ത് പറഞ്ഞാലും കുമ്മ വെച്ച. ഇതുപോലെ പാത്രങ്ങളൊക്കെ നീ മോറാൻ. കാണാനില്ല. എന്താ പെൺകുട്ടിയെ അന്റെ ഈ ഇരുത്തോ? ഇച്ചി എന്ത് കണ്ടിട്ട് ഇരിക്കുകയാണ്? എന്താ ഈ അടുക്കളൊക്കെ കെടുക്കണ കോലോ? എല്ലാം അറിയാൻ പാടി ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് വയ്യമ്മ, തലൊക്കെ കറങ്ങണം, നല്ലോണം പനിക്കുണ്ട്. ഒന്ന് ഡോക്ടറെ അടുത്ത് പോവായിന്ന്. എനിക്ക് ഒരു തല കറക്കൂല. എനിക്ക് എന്നാ അസുഖം ചെയ്യാത്തത്? മാസം ഒരു പകുതി ആകുമ്പോത്തിന് എനിക്ക് വരും ഒരു സൂക്കട്. എന്താ പറയല്? പെണ്ണുങ്ങൾക്ക് ഉണ്ടാവണ പീരിയഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂക്കട് വരും. അത് വേറെ ആർക്കും ഇല്ലാത്ത പോലെയാണ് എൻ്റെ കളി. അപ്പൊ പറയും ഊരവേദനയാണ്, തലവേദനയെന്ന് അറിയാണ്ട് ഈച്ച 5-6 ദിവസം ആ വൈക്ക് വരൂല. ഇന്നെക്കൊണ്ട് ഈ പെരയത്തെ പണിയൊക്കെ എടുപ്പിച്ച്. ഇത് എന്റെ നാടകം എന്നുള്ളത് പിന്നല്ല എനിക്ക് മനസ്സിലായത്.
അതേപോലെയാണ് ചെറിയൊരു ചിണുങ്ങൽ പനി വന്നപ്പോ ഈ കോലായപ്പോ എന്താ കാട്ടല്? എന്താ ഇപ്പൊ എന്റെ അവസ്ഥ? ആ കൊട്ടത്താളത്തിൽ നിറച്ച് പാത്രങ്ങളാണ്, കൊറേ വീതന്മാർ അതൊക്കെ എടുക്കണ്. അല്ല എന്താ ഇപ്പൊ എന്റെ ലെവല്? ഇജ്ജൊരു കാര്യം ചെയ്യ്, ഇജ്ജ് അവിടെ കാല് നീട്ടി അവിടെ പോയിരുന്നോ. ഞാൻ ചെയ്യ പണിയൊക്കെ എന്നിട്ട് എനിക്ക് മുന്നിക്ക് നേരത്തെ ഞാൻ തിന്നാൻ കൊടുന്നേക്കാം. ഞാനല്ല ഇവിടുത്തെ അമ്മായിമ്മ, ഞാനാണല്ലോ ഇവിടുത്തെ മരിയോള്. എന്തിയേ? ഞാൻ വെയ്യാഞ്ഞിട്ടല്ലേ അമ്മ പറഞ്ഞത്, വേയിച്ചും കൊണ്ട് കാട്ടിയല്ലോ. ഇജ എന്റെ ആ ഉടായ്പ് വർത്താനൊന്ന് നിർത്തി വെച്ച് അള്ളാന്ന് വിചാരിച്ചിട്ട് കേൾക്കാൻ വെച്ചാഞ്ഞിട്ടാണ്. കേട്ട് മടുത്തുകണാണ്ട് ഈ വെച്ചാന്ന് പറഞ്ഞിട്ട് ഈ പോക്ക് പോവാണെങ്കിലേ ഇജിന്റെ മകന്റെ ജീവിതത്തിൽ അധികകാലം ഒന്നും ഉണ്ടാവൂല. എന്ന് സൂക്കടന്നെ ഈ വെച്ചാന്ന് കേട്ട് മടുത്തുക്കണ്. ഇപ്പൊ തോന്നുകയാണ് എനിക്ക് വാണ്ടീനിലാന്നുള്ളത്. എത്രോടത്തുനിന്ന് നല്ല നല്ല കല്യാണാലോചന വന്നതാണ് എന്റെ കുട്ടിക്ക്. അതൊന്നും വേണ്ടാന്ന് വെച്ചിങ്ങാണ്ടേ ഇപ്പൊ കെട്ടിക്കൊടുന്നതാ കുഴി മടിച്ചിനെ. മര്യാദ നീച്ചിങ്ങാണ്ട് ചോറിനൊക്കെ വെള്ളം വെക്കടി. ഞാന് 4 ദിവസത്തിന് എൻ്റെ അവിടെ പോയി നിക്കട്ടെ. മേലും കൈയൊക്കെ നല്ല പനിക്കുണ്ട് തോന്നുന്നു. 4 ദിവസത്തിന് പോയി നിക്കട്ടെ. ഇജെന്തിന് 2 ദിവസത്തിനാണ് പെരേക്ക് പോണത്? ഒരു 14 ദിവസം പോയി അവിടെ നിന്നോ, അല്ലെങ്കിൽ തീരെ വെച്ചിങ്ങോട്ട് വരണ്ട. എന്റെ മകനോടെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം, ഓളെ ഇഷ്ടത്തിന് ഇവിടുന്ന് ഇറങ്ങി പോയിക്കാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം. ഇജി എന്റെ മകൻ വിളിക്കുമ്പോൾ വെയ്യക്ക ഇക്ക അതാണ് ഇക്ക ഇതാണ് ഇക്കാന്ന് ഇങ്ങനെ വിളിച്ച് പറയരുത് കേട്ടോ. അത് പണിയെടുക്കണോടന്ന് അതിനൊരു സുഖം ഉണ്ടാവൂല. അത് എന്താ വിചാരിക്കലേന്ന് അറിയോ? ഞാൻ എന്നെ നോക്കണില്ലാന്ന് അതേ വിചാരിക്കുള്ളൂ, വേറെ ഒന്നും വിചാരിക്കൂല. വെക്കം ചെന്നുങ്ങാണ്ടേ ഇങ്ങനെ ചടച്ചിരുന്നാൽ തന്നെ സൂക്കട് വരും. നമുക്ക് സൂക്കടാണെന്ന് മനസ്സിൽ വെച്ചാൽ തന്നെ സൂക്കട് വരും. മര്യാദക്ക് പോയിട്ട് ആ ചോറിന് വെള്ളം വെക്കുക, അടിച്ചു വരിക, തൊടുക്കുക, ഇന്നോട്ട് പോയി കിടന്നോ. അതിൻ്റെ ഒരു തലറ്റല് വല്ല പാരസെറ്റമോൾ ഉളി കണ്ടെന്നുണ്ടാണ്ട് എടുത്ത് കുടിച്ചോ, എന്നാ മാറും. വെറുതെ 100-300 ഉറുപ്പിക എടുത്ത് കണ്ട് ആശുപത്രി പോവാൻ നിൽക്കണ്ട. ആ പൈസ ചെലവാവാനായിട്ടല്ല. പിന്നെ ഇമ്മാക്കൊന്ന് വിളിച്ചോക്കട്ടെ, താടിയോട് തീരെ. ഹലോ ഇമ്മ, ഇത് ഞാനാണ് ഷെറി. എനിക്ക് പനിക്കുണ്ടമ്മ, തീരെ വയ്യ. നിങ്ങളൊന്ന് വന്ന് കൊണ്ടുപോകും എന്നെ, ഡോക്ടറെ കാണിക്കുക കൊണ്ടുപോയിട്ട്. മേലും കൈയൊക്കെ ഭയങ്കര വേദന. എവിടെ ടൗണിലേക്ക് വന്നിക്കണ, അവിടെ നിന്നും കൊണ്ട് വരും മങ്ങള്. താലൊക്കെ കറങ്ങുന്നുണ്ട്, തീരെ വയ്യ. ഇന്നലെ തുടത്തിയതാണ്. ഇമ്മാനോട് പറഞ്ഞിട്ട് കേൾക്കണില്ല അമ്മ. ഇവിടുത്തെ അമ്മ ചൂടാവുകയാണ്. പണിയെടുക്കണീയാന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കെന്റെ തടിയിട്ട് വെയിക്കണ്ടേ. അമ്മ ഒന്ന് വരുമോ? ആയിക്കോട്ടെ. മഴയാണ് ചാറിന് മളെ, ഞാൻ അകത്തേക്ക് കയറട്ടെ. എന്താ പറഞ്ഞു മളെ, എന്നും സൂക്കട്, എന്നും അസുഖം. ഈ പെൺകുട്ടിനെ കെട്ടിക്കൊടുന്നേ മുതൽക്ക് സൂക്കടന്നെ. ഇങ്ങനെ ആയപ്പോ നമ്മളെന്താ ചെയ്യല്? ഈ കോലായിട്ടുണ്ടെങ്കില് എന്നും സൂക്കടാണ്. എനിക്കറിയില്ല, അൻ്റോടി ഉണ്ടല്ലോ ഒന്ന് വന്ന് കേറിയിട്ട്. ഇങ്ങനെ ഉണ്ടാ ഈ കോലുണ്ടാ? ഇതിപ്പോ പണ്ടാരോ പറഞ്ഞ മാരിക്ക അതിന്റെ ഒരവസ്ഥ. എനിക്കാന്നുണ്ടെങ്കിൽ മേലും കൈയൊക്കെ വേദനിക്കുന്നുണ്ട്. എന്റെ ശബ്ദം കേട്ടാൽ തന്നെ എനിക്കറിയില്ലേ, ചെറുതായിട്ട് ജലദോഷപ്പനി ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഈ മയത്തുനാട് കയറട്ടേന്ന്. അപ്പൊ പെൺകുട്ടിക്ക് ഇന്നെ കാട്ടി സൂക്കട്. പെരയിലെ മൂത്ത മരിയോളാണല്ല, ഇതിന്റെ താഴെ ഒന്ന് വരാൻ കെടുക്കുകയാണ്. ഇതിന്റെ കണ്ടിട്ടല്ലേ താഴെ വന്നതും പഠിക്കുള്ളൂ. മൂത്തതോ ഇങ്ങനെ, അപ്പൊ താഴെ വരുന്നത് എന്തേക്കാരവസ്ഥ? ഈ കോല ആവൂലേ? അവിടെ അടുക്കളയിലുണ്ട്. ഞാൻ കുറച്ച് കനത്തിൽ തന്നെ ഞാൻ വർത്താനം പറഞ്ഞിരിക്കണം, മര്യാദക്ക് ചോറും കൂട്ടാനൊക്കെ വെച്ചോന്നുള്ളത്. അപ്പൊ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നുണ്ട്. അങ്ങനൊക്കെ പറഞ്ഞാൽ തന്നെ ആ പെൺകുട്ടി പണിയെടുക്കുള്ളൂ, അല്ലെങ്കിൽ പണിയെടുക്കൂല്ല. ഇങ്ങനെ ചടച്ചിരിക്കും. മനുഷ്യന് ദേഷ്യം വരൂലേ ഈ കളി കളിക്കുമ്പോള്?
ഇല്ല പിന്നെ ഞാനേ കുറച്ചൊക്കെ സ്ട്രോങ് തന്നെ നിക്കണം. അല്ലെങ്കിൽ ഇന്നെ പറഞ്ഞാൽ മതി കെട്ടി കൊടുന്നപ്പോളേ അയ്യോ പാവം വിചാരിച്ചാണ്ടേ ഈ കളി കളിപ്പിച്ചത് ഞാൻ തന്നെ. പിന്നെ നിർദ്ദല കേറിക്കാണ്ടേ ഓള് ദഫ് മുട്ടാൻ തുടത്തിക്കണ്. എന്നാ ശരിട്ടാ ഞാൻ വെക്കുകയാണ്. ഞാൻ എന്നോട് പറഞ്ഞതാണ് വിളിച്ചിട്ട്. അല്ല എന്റോടുണ്ടല്ലോ ഒരു മരിയോള്, ഓൾക്ക് ഈ കളിയൊന്നും ഇല്ലല്ല. അപ്പൊ എന്റെ സങ്കടം ഒന്ന് എന്നോട് വിളിച്ച് പറഞ്ഞതല്ല. ഓളെന്താ കാട്ടണത്? പണിയൊക്കെ കഴിഞ്ഞിരിക്കാവൂലേ. എന്റെ ഒരു ഭാഗ്യം മോളെ അങ്ങനത്തെ ഒരു മരിയോളെ കിട്ടാന് ഇക്കുണ്ട്. തല തെറിച്ച് ഒന്ന്. എന്നാ ശരി ഞാൻ വെക്കട്ടെട്ടാ. ഞാനേ വെക്കട്ടെ, ആരോ വന്നിക്കണ് തോന്നുന്നു. എന്നാ ശരി. ആരോ അവിടുന്ന് നടന്നു വേനോട് ഓളമ്മ ഓളിഞ്ഞ് വിളിച്ചിരുത്തിക്ക. എന്തായാലും ഞാൻ വെക്കട്ടെട്ടാ. എന്നാ ശരി പോയോക്കട്ടെ. ഇവിടെ ആരും ഇല്ലേ? നമ്മടക്കേ പോയി. എന്താപ്പത് ഇങ്ങനെ കെടുക്കണേ? സെറിയേ എന്തുമ്മാന്റെ കുട്ടിക്ക് പറ്റിയത്? അറിയില്ല, ഇന്നലെ തുടത്തിയ പനിയാണ്, തീരെ വയ്യേ. നമുക്ക് പോകുമ്പോ ഇങ്ങനെ വയ്യായി കണ്ട എനിക്ക്. എന്നിട്ട് എന്താ പറയാഞ്ഞത്? ഞാൻ ഇത്രക്ക് കാര്യാക്കിയിട്ടില്ല, ഇത്രക്ക് വയ്യായി കണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ വയ്യാതെ കിടന്നിട്ടാണ് എന്റെ അമ്മായി എന്നെ കൊണ്ടുപോവാത്തത്. അന്ന് പറഞ്ഞിട്ട് കാര്യമ്മ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. പിന്നെ ഉമ്മാക്ക് അത് മതിയാവും. അയിമ പിടിച്ച് ഓരോന്ന് കാക്കാനോട് പറയും, ഇവിടുത്തെ പനോടും പറയും. പിന്നെ ഞമ്മളാവും കുറ്റക്കാര്. നിങ്ങൾ ഇന്നൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ മതി. ആശുപത്രിയിലൊക്കെ ഞാൻ കൊണ്ടുപോവാ. എന്ത് പറയണ്ടെന്നാണ് ഈ പറയണത്? ഇതിപ്പോ നല്ല കഥപട കിടന്ന് ജീവൻ പോയിട്ടുണ്ടെങ്കിൽ ഇവര് കൊണ്ടുപോകില്ലല്ലോ ആസ്പത്രിക്ക്. അവിടെ കിടന്ന് ജീവൻ പോയി എന്നല്ലേ പറയുള്ളവര്. ഇത് നല്ല കഥ. ഇങ്ങനെയും വയ്യാതെ കിടന്നിട്ട് അന്നെ ഞാൻ ഒന്നും പറയാതെ കൊണ്ടുപോകണം. കണ്ട് കിടന്ന കണ്ട് അന്നെ വെറുതെ ഒന്നല്ലല്ലോ ഇങ്ങോട്ട് കൊടുത്തിക്കണത്. മകർക്ക് കെട്ടിച്ചു കൊടുത്ത തന്നെ അല്ലേ? അടുക്കളന്നൊക്കെ പോയിക്കണല്ല. ഓളമ്മ തന്നെയാണല്ല. അപ്പോത്തിന് ഓള് ഇങ്ങളെയും വിളിച്ചെത്തിയ. എന്താമ്മ ഇത്? ഇവൾ ഇങ്ങനെ വെച്ചാതെ കിടന്നോട്ട് നിങ്ങൾ ഓളെ ആസ്പത്രിയിൽ കൊണ്ടുപോവാതെ ഇരുന്നപ്പോളാ ഈ പെരയിൽ പണിയെടുക്കാൻ മാത്രമുള്ള ഒരു യന്ത്രമാണ് എന്റെ കുട്ടിങ്ങക്ക്. ഷടാ, ഞാൻ എന്ത് വയ്യാതെ കിടന്നപ്പോ പണി എടുപ്പിച്ചിന്ന നിങ്ങള് പറഞ്ഞത്? എന്നാ പിന്നെ ഓളെ കൊണ്ട് ഒരു പണി ഞാൻ എടുപ്പിക്കണില്ല. ഇത് നല്ല കഥ. അതിന് മാത്രം ഒരു സൂക്കടും ഇല്ല. ഓളിപ്പോ നിങ്ങളെ കണ്ടപ്പോ അധികം കാട്ടുക തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാക്ക് എന്നോട് വിളിച്ച് പറഞ്ഞുകൂടായിന്നാ. ഇതിപ്പോ ഞാനിപ്പോ ഈ ടൗണിക്ക് വന്നത് ഞാൻ അറിഞ്ഞു, ഓള് വിളിച്ചേതു. അല്ലെങ്കിൽ ഞാൻ എവിടുന്ന് അറിയാനാണ്? ഇന്റെ അവിടുന്നാണ് ഞാൻ ഓട്ടോറിക്ഷ ഇതൊക്കെ വിളിച്ച് വരണിച്ചാൽ ഈ കുട്ടി കിടന്ന് ഈ കുട്ടിക്ക് വേറെ വല്ല സൂക്കടും ആവൂലേ? അതിനൊന്ന് തൊട്ടോക്കി നിങ്ങൾ വന്നിട്ട്. എന്തോരം പനിക്കുണ്ട്. അതിന് കണ്ണും മോറും കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ആക്കിയാലോ? ഞാൻ നിങ്ങളെ മോളെ സ്വന്തം മോളെ പോലെ തന്നെ കരുതിയിരിക്കണത്. അല്ലാതെ ഞാൻ അന്യരെ പോലെ ഒന്നും കരുതിയിട്ടില്ല. സ്വന്തം മോളെ പോലെ കരുതിയിട്ടാണ് ഞാൻ ഓളോട് പറഞ്ഞത്. എന്തെങ്കിലും കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്ക് എന്നോട് പറഞ്ഞാൽ പോരെ. ഇതിപ്പോ നിങ്ങളെ വിളിച്ചെത്തേണ്ട ആവശ്യമുണ്ടാ? നിങ്ങളോട് എന്തിനാ പറയണത്? നിങ്ങളെ മോളെ പോലെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ണും മോറും കണ്ട നിങ്ങൾക്ക് മനസ്സിലാവൂല അതിന് വയ്യാന്നുള്ളത്. ഒരാൾ പറഞ്ഞിട്ട് വേണം ഒരാൾക്ക് സൂക്കടാന്ന് അറിയാന്. ഓൾ നിങ്ങളോട് തീരെ പറഞ്ഞിട്ടില്ല അസുഖാന്നുള്ളത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ പൊള്ളു പറയണത്? നിങ്ങളോട് ഞാൻ രാവിലെ പറച്ചിൽ തുടങ്ങിയല്ലേ ഇക്ക് വയ്യാന്നുള്ളത്. ഇമ്മാനോട് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കളവ് പറയണത്? ഇക്ക് അത്രയും വയ്യാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത് നിങ്ങളോട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും പനിന്റെ ഉളി കണ്ടെടുത്ത് കുടിച്ചോ, അതിന് ഡോക്ടറെ കാണിക്കണ്ട, പൈസ ചെലവാക്കണ്ട എന്നുള്ളത്. അതാ ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ചത്. ഇക്ക് ഇവിടുത്തെ പണിയെടുക്കാനെങ്കിലും ഇത് തടി നേരാവണ്ടേ, അതിനെങ്കിലും വയ്ക്കണ്ടേ. ഞാൻ ഇപ്പൊ എന്തായാലും നിങ്ങളോട് ബാധിച്ച് തർക്കിക്കാനും ഇല്ല, ഒന്നിനും ഇല്ല. ഞാൻ ഓളെ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളി, ഇക്കൊന്നും പറയാനില്ല. ഓളെ മാപ്പിളോടൊക്കെ അറിയാം പറയാന് എന്താ പറയണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. എന്നാലും ഈ പണി നിങ്ങളൊരു ആളോടും ചെയ്യരുതേ. ഇത് വല്ലാത്തൊരു ക്രൂരതായി. നിങ്ങളോട് പണിപ്പിക്കാനുള്ള മാത്രം ഒരു യന്ത്രം ഒന്നല്ല എന്റെ കുട്ടിങ്ങൾക്ക്.
നിങ്ങൾ ഇവിടെ ഇപ്പൊ തന്നെ ഇങ്ങനെ കാട്ടണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് പള്ളയിലുണ്ടായിട്ടുണ്ടെങ്കിൽ പല അസുഖം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തെല്ലാം കാട്ടും പണിയെടുക്കാൻ വയ്യാന്ന് അറിഞ്ഞിട്ട്? ഓൾക്ക് അങ്ങനെ തീരെ വെച്ചാന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഇതിപ്പോ അവിടെ കെടുക്കണം, നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചെടുത്തേണ്ട ആവശ്യമല്ല. അപ്പൊ നിങ്ങളെ മകളെ അഹമ്മദി അല്ല അതൊക്കെ? അഹമ്മദീന്നല്ല ഇതിനൊക്കെ പറച്ചില്? ഓളോട് ഒരു ചോറ് വെക്കാൻ പറഞ്ഞതിനാണ്. ഓള് രാവിലെ നീച്ചിങ്ങാണ്ട് ചായയും കടിയും ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ കരുതിയത് എന്താ, ഓൾക്ക് അതിന് മാത്രം വലിയ അസുഖമൊന്നും ഇല്ലാന്നാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. അതിന് പോൾ ഇങ്ങനൊക്കെ വിളിച്ചെടുത്തേണ്ട ആവശ്യം ഉണ്ടായിന്നാ? നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളി, എനിക്ക് യാതൊരു തിരക്കടും ഇല്ല. നിങ്ങൾ കൊണ്ടുപോവാതിരിക്കുക എന്തോ ആയിക്കോളി, നിങ്ങളെ മകളാണ്. ഇനി ലാസ്റ്റ് നിങ്ങൾ തന്നെ പറയൂ ഞാൻ ഓളോട് ഇവിടെ ഇട്ടുകാണ്ട് സീതത്തടിക്കുകയാണ് എന്നുള്ളത്. വായോ, ഞാൻ ഏതായാലും ഇവളെ കൊണ്ടുപോവുകയാണ്. ഇവളെ സൂക്കട് മാറിയതിന്റെ ശേഷം ഇങ്ങോട്ട് കൊടുന്നാക്കി തരാം. നിങ്ങൾക്ക് ഏതായാലും എന്നാ കൊണ്ടുപോയിട്ടേ ഓളെ കാണിച്ചിട്ടേ ഓളെ സൂക്കടൊക്കെ മാറ്റി ഇങ്ങോട്ട് പറഞ്ഞയച്ചാളെ. നിങ്ങളെ മോനോടും നിങ്ങളെ ഉപ്പാനോടും ഞാൻ വിളിച്ച് പറഞ്ഞോണ്ട്, അത് ഞാൻ പറഞ്ഞോണ്ട് ഓരോട്. വാ നീക്ക് മോളെ. ഒക്കെ നിങ്ങളെ ഇഷ്ടം. മടി നീക്ക്. ഡ്രസ്സ് മാറണ്ട. ഡ്രസ്സൊന്നും മാറാൻ വയ്യ. ഈ പോണ വൈക്കലുണ്ട് ഒരു ക്ലിനിക്ക്, അവിടെ കാണിക്കാൻ വെക്ക്. എന്നാ വായോ. ഉമ്മ ഓട്ടർഷ അവിടെ കൊടുന്ന് നിർത്തിയിട്ട് ഇമ്മാനോട് ഇങ്ങനെ എന്ത് പറയണ്ടെന്ന് വെച്ച് പറഞ്ഞത്. പറയാതെ ഇരുന്നാലും കേടാണ്. മാറ്റി വായോ. അപ്പൊ ഉമ്മി മകളും മെനക്കെട്ടി ഇറങ്ങിക്ക. എന്താന്നല്ലേ ഓൾ ആള് തിരക്കടില്ല. കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. പിന്നെ മകനോട് വിളിച്ച് പറഞ്ഞൊക്കെ ഇവിടെ എന്താന്നല്ലേ. ഓനെ ഞാൻ പറ്റതാണ്. ഞാൻ പറഞ്ഞതേ ഓൻ കേൾക്കുള്ളൂ. ഓ അല്ല ഇന്നോടാ കളിക്കാൻ വരുന്നത്. കൊണ്ടുപോയിട്ടേ പൂതി കൊടുമ്പോ ഇവിടെ കൊണ്ട് കൊടുന്നാക്കിക്കോളും. കൊണ്ടോടെ പൂതി അടുത്ത് തീരട്ടെ. ഇവിടെ നിന്നോട് കൊണ്ടുപോയി നിങ്ങളോളെ. ബാക്കി ഇക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്റെ മകനോടെ എന്താ പറയേണ്ടതെന്നുള്ളത് എനിക്കറിയാം. ഓൻ്റെ ഒപ്പം ഇങ്ങോട്ട് വിളിക്കട്ടെ. ഓൻ്റെ ഉപ്പാനോടും ഓനോടും എന്താ പറയേണ്ടതെന്നുള്ളത് എനിക്ക് നല്ലോ അറിയാം. നിങ്ങൾ കൊണ്ടുപോയി ഓളെ ഇവിടുന്ന്. ബാക്കി കാര്യേ ഇക്കറിയട്ടാ. ഒരു ചെറിയ പനി വന്നപ്പോ അതിന് ഉമ്മാനെ ഓള് വിളിച്ചെത്തണമെന്നുണ്ടെങ്കിൽ ഓളെ അഹമ്മദി ആള് തിരക്കടിയല്ലോ. ചെല്ലി ബാക്കി ഇക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. വായ ഇടാളൊന്നും എടുക്കണ്ട. അവിടെ ഉണ്ടല്ലോ എന്റെ 2-3-4 കൂട്ട്. അത് എടുക്ക. അത് ഇടാ. 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് കൊടുന്നായി തന്നെ ഞാൻ എന്റെ അസുഖം മാറിയിട്ട്. ബാക്കിയൊക്കെ നമുക്ക് വരണോടത്ത് വെച്ച് കാണാം. ആ വക പേടി, ആ വക ഇതൊക്കെ കാലൊക്കെ മാറിയിരിക്കണ്. പേടിച്ച് നിൽക്കേണ്ട കാലൊക്കെ മാറിയിരിക്കണ്. ഇങ്ങോട്ട് വന്നൂട്ടാ.